കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവും നവോത്ഥാന നായകനുമായിരുന്ന ശ്രീനാരായണ ഗുരു 1856 ഓഗസ്റ്റ് 20 തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തി ഗ്രാമത്തിൽ മാടനാശാന്റെയും കുട്ടിയമ്മയുടെയും മകനായി ജനിച്ചു. നാണുവാശാൻ എന്നാണ് അദ്ദേഹം ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിനു ശേഷം സംസ്കൃതവും വ്യാകരണവും പഠിച്ചു. തൈക്കാടയ്യ സ്വാമികളിൽ നിന്നും യോഗയും സിദ്ധികളും അഭ്യസിച്ചു. 1888 അരുവിപ്പുറത്ത് അദ്ദേഹം നടത്തിയ ശിവപ്രതിഷ്ഠ കേരള ചരിത്രത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനവും പൂജ നടത്താനും അവകാശമില്ലെന്ന അനാചാരത്തിനെതിരെയുള്ള വലിയൊരു വെല്ലുവിളിയായിരുന്നു ഇത്. കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിരവധി ക്ഷേത്രങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചു. ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രേരണയാൽ 1903 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം രൂപീകരിച്ചു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ ദർശനമാണ്. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന മഹത് വചനം അദ്ദേഹം മുന്നോട്ട് വെച്ചു. മദ്യം വിഷമാണെന്ന് ഓർമ്മിപ്പിക്കുകയും അത് ഉണ്ടാക്കരുതെന്നും കുടിക്കരുതെന്നും ഉപദേശിക്കുകയും ചെയ്തു. 1928 സെപ്റ്റംബർ 20 വർക്കല ശിവഗിരിയിൽ വെച്ച് അദ്ദേഹം മഹാസമാധി അടഞ്ഞു.